മരണം പതിയിരിക്കുന്ന തലസ്ഥാന നഗരത്തിലെ ഒരിടത്തെ പറ്റിയാണ് ഇത്. അപകടങ്ങൾക്ക് അറുതിയില്ലാത്ത മുതലപ്പുഴി. ഇന്ന് മാത്രം മത്സ്യബന്ധനത്തിന് പോയ 3 വള്ളങ്ങൾ അപകടത്തിൽപ്പെട്ടു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. 5 മാസത്തിനിടെ 27 അപകടങ്ങൾ, 4 മരണം. അതാണ് മുതലപ്പുഴയിലുണ്ടായത്. അഴിമുഖത്തടിഞ്ഞ മണൽ നീക്കം ചെയ്യാതെ അദാനി ഗ്രൂപ്പും സർക്കാരും ഒളിച്ചു കളിക്കുകയാണെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ വിമർശനം. മണിക്കൂറുകളുടെ ഇടവേളയിൽ ഇന്ന് മുതലപ്പുഴയിൽ നടന്നത് 3 അപകടങ്ങളാണ്. ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോകവെ കുപ്പിക്കഴുത്ത് പോലുള്ള അഴിമുഖത്ത് വള്ളങ്ങൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. 3 വള്ളങ്ങളിലായി 11 മത്സ്യത്തൊഴിലാളി ജീവനുകളാണ് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. ആദ്യ അപകടം രാവിലെ 6:30. പുതുക്കുറിച്ചി സ്വദേശിയായ കബീറിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന 4 പേരെയും രക്ഷപ്പെടുത്തി. 7:15 പെരുമാതുറ സ്വദേശി സഹീറിന്റെ ഉടമസ്ഥതയിലുള്ള സുൽത്താൻ എന്ന കാരിയർ വെള്ളം ശക്തമായ തിരയിൽപ്പെട്ടു മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന തൗഫീഖ്, മനീഷ്, സഹീർ എന്നിവരെ രക്ഷപ്പെടുത്തി. 11 മണിക്ക് ശേഷമാണ് 3ാമത്തെ അപകടം. വർക്കല സ്വദേശി ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ എന്ന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് 2ആയി പിളർന്നു. വള്ളത്തിലുണ്ടായിരുന്ന 4 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. പരിക്കേറ്റവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുതലപ്പുഴയിൽ കഴിഞ്ഞ ശനിയാഴ്ച കാണാതായ മത്സ്യത്തൊഴിലാളി ബെനഡിക്റ്റിന്റെ മൃതദേഹം ഇന്നലെ പുതുക്കുറിച്ചി തീരത്ത് നിന്നാണ് കണ്ടെത്തിയത്. 5 മാസത്തിനിടെ മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞു മരിച്ചത് 4 പേർ. 27 അപകടങ്ങളാണ് ഇക്കാലയളവിലുണ്ടായത്. ഹാർബറിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങുന്ന വള്ളങ്ങൾ കുപ്പിക്കഴുത്ത് പോലുള്ള ഈ അഴിമുഖത്ത് വന്ന് ഇങ്ങനെ കാത്തു നിൽക്കും. ഇങ്ങനെ കാത്തു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തിരയടി ഭയന്നാണ്. ആ തിരയടിയിൽ വള്ളം എടുത്തു മറിക്കുമോ എന്ന് ഭയന്നാണ് അവർ കാത്തു നിൽക്കുന്നത്. അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രം ആ വള്ളം തിര മുറിച്ചു കടന്ന് കടലിലേക്ക് പോകും. അതും വടക്കുവശം ചേർന്നു മാത്രമാണ് ഈ കുപ്പിക്കഴുത്ത് പോലുള്ള അഴിമുഖത്ത് നിന്ന് ഈ വള്ളങ്ങൾ കടലിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നാൽ അറിയാം അതെത്ര മാത്രം അപകടകരമാണെന്ന്. ശൈലി നോക്കിയിട്ട് അവർ കണ്ണിന് ഇഷ്ടപ്പെട്ട മാത്രമേ പോകത്തുള്ളൂ. എഞ്ചിനിൽ ഇരിക്കുന്നവർ എത്ര ദൈവങ്ങളെ വിളിച്ചിട്ടാണ് ഇരിക്കുന്നത് തന്നെ. അത് അവരായിട്ടല്ല വള്ളം വിടുന്നത്. ആ സമയത്ത് അവിടെ ആ ഒരു ജീവൻ രീതി നോക്കിയിട്ട് അവർ വിടത്തുള്ളൂ. ആ രീതിക്ക് കൂടുതൽ അപകടം എൻ്റെ ചേട്ടനും കഴിഞ്ഞ കൊല്ലം മരിച്ചതേ ഉള്ളൂ. ഈ തിര പൊങ്ങി വള്ളം മറിച്ച് കല്ലിൻ്റെ ഇടയിലൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്നത്. മരണം കൺമുന്നിൽ കണ്ടാണ് ജോലിക്കിറങ്ങുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ. ഇന്ന് 3 അപകടങ്ങളുണ്ടായി. അതിൽ 2 വള്ളങ്ങൾ പൂർണ്ണമായിട്ട് തകർന്നു. ബാക്കി ആൾക്കാരൊക്കെ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു. അപ്പോൾ ഈ മണൽത്തിട്ട കാരണമാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഡ്രഡ്ജിങ് ചെയ്യണമെന്നുള്ളത് ഒരു 5-6 വർഷം കൊണ്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരാരും സ്വീകരിക്കുന്നില്ല ഇത്. അവർ അന്നുള്ള ആഹാരത്തിന് വേണ്ടിയിട്ട് കടലടിച്ചാലും മരണം സംഭവിച്ചാലും അവർക്ക് ജോലിക്ക് പോയേ പറ്റൂ. അവർ ഇതുവഴി തന്നെയാണ് വീണ്ടും ഉപജീവന മാർഗത്തിന് വേണ്ടി ഡെയിലി പോകുന്നത്. ഇവിടെ മരണം സംഭവിച്ചു ആരും പണിക്ക് പോകണ്ട എന്നും പറഞ്ഞ് വീട്ടിലിരുന്ന ഭാര്യയും മക്കൾക്കും കുട്ടികൾക്കും ഭക്ഷണം എവിടെ നിന്ന് വെച്ച് കൊടുക്കും? ജോലിക്ക് പോയാലേ പറ്റൂ. അതുകൊണ്ട് എല്ലാ പണിക്കാരും ജീവമരണ പോരാട്ടത്തിൽ പണിക്ക് പോവുകയാണ്. അഴിമുഖത്ത് നിന്നുള്ള മണൽ നീക്കം നടന്നിട്ടില്ല. അഴിമുഖത്തെ ആഴം നിലവിൽ 2 മീറ്റർ മാത്രം. ഒക്ടോബർ മാസത്തോടെ ഡ്രഡ്ജർ എത്തിച്ചു മണൽ നീക്കാമെന്നാണ് അദാനി പോർട്ടിന്റെ ഒടുവിലത്തെ പ്രഖ്യാപനം. മണൽ നീക്കം ചെയ്യാതെ അദാനി ഗ്രൂപ്പും സർക്കാരും പരസ്പരം പഴിചാരൽ തുടരുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾ. ഈ അദാനിയുടെ പേരും പറഞ്ഞ് അദാനിക്ക് കരാർ കൊടുത്തുവെന്ന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു രീതിയാണ്. യഥാർത്ഥത്തിൽ അദാനി ചെയ്യില്ല എന്നുള്ളത് സർക്കാരിന് വ്യക്തമാണ്. ഒരു 3 ആഴ്ച 21 ദിവസം കണ്ടിന്യൂ ആയിട്ട് ഡ്രഡ്ജിങ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴീ നടന്ന 5 മരണം ഈ കാലയളവിനുള്ളിൽ, ഈ 5 മാസ കാലയളവിനുള്ളിൽ മരണപ്പെട്ട 5 മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. 74 ജീവനുകളാണ് മുതലപ്പുഴയിൽ ഇതുവരെ പൊലിഞ്ഞത്. അത്രയും തന്നെ കുടുംബങ്ങളും അനാഥമായി. സർക്കാർ നിയോഗിച്ച സമിതികളുടെ പഠനങ്ങൾ എങ്ങും എത്തിയില്ല. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഉന്നതതല സംഘങ്ങളുടെ സന്ദർശനങ്ങളും ഗുണം ചെയ്തില്ല. മുതലപ്പുഴയെ സുരക്ഷിത തീരമാക്കാനുള്ള കോടികളുടെ സർക്കാർ പ്രഖ്യാപനം കടലിൽ കല്ലുകെട്ടി താഴ്ത്തിയ നിലയിലും. പ്രാണൻ കയ്യിൽ പിടിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നത്. അപകടമുണ്ടാകുമെന്ന് അവർക്കറിയാം.
ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടുമെന്നും അവർക്കറിയാം. പക്ഷേ കുടുംബം പോറ്റാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഈ മരണമുനമ്പിൻ്റെ അപകട സാധ്യത എത്രത്തോളമെന്ന് സർക്കാരിന് വ്യക്തമാകാൻ ഇനിയും എത്രമാത്രം ജീവനുകൾ ഇവിടെ കുരുതി കൊടുക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. മുതലപ്പുഴയിൽ നിന്നും അഭിലാഷ് തൊഴുവൻകോടിനും ജിതിനുമൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ പട്ടിണി മാറ്റാൻ കടലുമായി മല്ലിടേണ്ടവരാണ് മത്സ്യത്തൊഴിലാളികൾ. മരണത്തെയും തോൽപ്പിച്ച് വേണം മുതലപ്പുഴി കടന്നു പോകാനെന്ന് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പ്രതികരിക്കുന്നു. ഇത് ജീവിക്കാനൊരു മാർഗമുള്ളൂ. 2 മക്കളെയും ഒരു ഭാര്യ അച്ഛനും അമ്മേനെയൊക്കെ നോക്കണം. അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്കുണ്ട്. കാരണം വേറൊരു സ്ഥലത്ത് പോയി പണി ചെയ്യാനുള്ള ഒരു മാർഗവുമില്ല. ഇത് മരണക്കിണറാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ പോകുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ എന്തായി പോകുന്ന കണ്ട അവരുടെ ഗതികേട് ആർക്കും വരാതിരിക്കട്ടെ. ഈ കിടക്കുന്ന മണൽ മാറ്റാതെ ഇവിടുത്തെ അപകടങ്ങൾ മാറില്ല. ഒരുപാട് കല്ലുകൾ ഇടിഞ്ഞ്, ഈ പുലിമുട്ടിൻ്റെ കല്ലുകൾ ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. സർക്കാർ പരസ്പരം പഴിയാറിനല്ലാതെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല.